ഞാൻ ആദ്യമായിട്ടായിരിക്കാം ഒരു റിയാലിറ്റി TV ഷോ കണ്ട് ഇത്രയും ട്രിഗേർഡും ഡിസപ്പോയിന്റഡും ആവുന്നത്, എസ്പെഷ്യലി റിയാലിറ്റി TV ഷോ that I was a part of. Dear Malayalis, Asianet, Endemol Shine India and Team Big Boss. What a shame. What a shame. How disappointing, how insensitive, how inconsiderate and how shameful. വളരെ ക്വീർ ഫോബിക് ആയിട്ടുള്ള കാലാകാലങ്ങളായി സൈബർ സ്പേസുകളിൽ anti-LGBTQIA+ പ്രൊപ്പഗൻഡ പ്രചരിപ്പിക്കുന്ന സാധാരണ മനുഷ്യരുടെ എക്സിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ ഇന്റൻഷനലി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റിവിടുകയാണ്. മേ ബി ബിക്കോസ് അപ്പാരന്റ്ലി ദ സീസൺ ഇസ് നോട്ട് ഫൺ ടു വാച്ച്, വിച്ച് സൗണ്ട്സ് ലൈക്ക് എ യു പ്രോബ്ലം. പക്ഷെ മൈ ക്വസ്റ്റ്യൻ ഇസ്, നിങ്ങൾക്ക് സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ബിഗ് ബോസ് ഹൗസിൽ കാണിക്കാനാണെങ്കിൽ ഇതിനെയാണോ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറയുന്നത്? ദിസ് ഇസ് നോട്ട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, ദിസ് ഇസ് ഹേറ്റ് സ്പീച്ച്. ദിസ് ഇസ് ക്ലിയർലി ഹേറ്റ് സ്പീച്ച്. മനുഷ്യ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന, എസ്പെഷ്യലി ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി പോലുള്ള മനുഷ്യ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു മനുഷ്യൻ അത് ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു ഷോ, അതിനെ പ്രചരിപ്പിക്കാൻ ആയിരക്കണക്കിന് മനുഷ്യർ പുറത്ത്. How is this cool? How is this okay? The contestant I was mentioning came inside Big Boss house and in the first day itself he started his hate speech against queer community. വളരെ മാന്യതയോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കാൻ people of queer community are fighting on a daily basis, and here we are. Big Boss Malayalam season 6 already 2 queer മത്സരാർത്ഥികൾ, അവർ പുറത്ത് തെറ്റുകൾ പറഞ്ഞിട്ടുള്ളവരോ ഷോയിനുള്ളിൽ തെറ്റ് പറയുന്നവരോ ചെയ്യുന്നവരോ ആയിക്കോട്ടെ, ജസ്റ്റ് ലൈക്ക് എവ്രി അതർ ഹ്യൂമൻ ബീയിങ്സ് who make mistakes, who do wrong things. But I love the fact that audience want to generalize their mistakes on the entire queer community. 2 ക്വീർ റെപ്രസെന്റേഷൻ ഓൾറെഡി ഉള്ളത് കൊണ്ട് അതിനെതിരെ സംസാരിക്കാൻ, അതിനെതിരെ ലൈഫ് ത്രെറ്റനിങ് സ്റ്റേറ്റ്മെന്റ്സ് പറയാൻ ഒരു കണ്ടസ്റ്റന്റിനെ വേണമായിരുന്നു. ഇസ് ദാറ്റ് ദ പർപ്പസ്? ഡു യു തിങ്ക് ദ ലൈഫ് ഓഫ് ക്വീർ പീപ്പിൾ ഔട്ട്സൈഡ് ഇസ് എ ജോക്ക്? Do you have any idea about the discrimination and the lack of acceptance that they are going through? Episode number 29 of Big Boss Malayalam season 6, adinde BB+, which is the continuation of the episode, adu kande anxiety attack vanna etra queer manushyaru porttundavam, adu kande suicidal thoughts vanna etra per undavam. Is the show is going to hold accountability for this? സ്വന്തം സത്വത്തോടെ ജീവിക്കുന്നത് ലൈഫ് ത്രെറ്റനിങ് ആണെന്ന് മനസ്സിലാക്കുന്നത് ട്രാജിക്. ഇമാജിൻ ഈ ഷോ കാണുന്ന, ജീവിതം തുറന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുന്ന മനുഷ്യരും അല്ലെങ്കിൽ അവരുടെ പാരന്റ്സും മനസ്സിലാക്കുകയാണ് that Kerala is not a safe space for queer people. It's terrifying. Is that something that you want to showcase through your show? This isn't fun. This isn't content. This is not something that you should be generating for TRP. അങ്ങനെ എക്സ്ട്രീമിസ്റ്റുകളെ വെച്ചിട്ട് നിങ്ങൾക്ക് ഷോ ഉണ്ടാക്കാനാണെങ്കിൽ, ലെറ്റ് മീ ആസ്ക് യു ദിസ് ക്വസ്റ്റ്യൻ. ഹിന്ദുത്വത്തിനെതിരെ സംസാരിക്കുന്ന എക്സ്ട്രീമിസ്റ്റുകൾ, അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്കെതിരെ സംസാരിക്കുന്ന എക്സ്ട്രീമിസ്റ്റുകളെ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികൾക്കെതിരെ സംസാരിക്കുന്ന എക്സ്ട്രീമിസ്റ്റുകളെ നിങ്ങൾ ഷോയിൽ കൊണ്ടുവരൂ. നിങ്ങൾക്ക് സൊസൈറ്റിന്റെ റിഫ്ലക്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ, എന്നിട്ട് നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ ഡിസ്ക്ലെയിമർ ഇട്ട് ഇതിൽ പറയുന്ന പരാമർശങ്ങൾ വ്യക്തികളുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് മാത്രമാണ് എന്ന ഡിസ്ക്ലെയിമറോട് കൂടി നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമോ? ചെയ്യില്ല. ബിക്കോസ് നിങ്ങൾക്കറിയാം നെക്സ്റ്റ് ഡേ കേരളം കത്തുമെന്ന്. പക്ഷേ സെക്ഷുവാലിറ്റിനെ കുറിച്ചോ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ജനതയുടെ ഏറ്റവും വലിയ ഒരു പാർട്ടിനെ കുറിച്ച് നിങ്ങൾ സെൻസിറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല. Something that's involved in the DNA. Religion all is something that's attributed to us after our birth. Sexuality isn't something like that. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള എക്സ്ട്രീമിസ്റ്റുകളെ നിങ്ങൾ കാണിക്കൂ. ബ്രിങ് ദം ടു യുവർ ഷോ. അഭിഷേക് ശ്രീകുമാറിനെ കുറിച്ചോ സിമിലർ ചിന്താഗതിയുള്ള മനുഷ്യരെ കുറിച്ചോ ഇനി ഒന്നും പറയാനില്ല. സോ ഡൺ എഡ്യൂക്കേറ്റിംഗ്, ബട്ട് ടു ദ ഷോ മേക്കേഴ്സ്. ബിഗ് ബോസ് മലയാളം സീസൺ 3 നിന്ന് നിങ്ങൾ ഫിറോസ് ഖാനെ ഇജക്ട് ചെയ്തു ബിക്കോസ് ഹി വാസ് ബീങ് ഡിസ്റെസ്പെക്ട്ഫുൾ ടുവേർഡ്സ് എ വുമൻ on personal levels. Now here ഇവിടെ അഭിഷേക് ശ്രീകുമാർ ഒരു വലിയ കൂട്ടം ജനതയെയും അവരുടെ എക്സിസ്റ്റൻസിനെയും എതിരെ ഹേറ്റ് സ്പീച്ച് നടത്തുന്നു. I am requesting and I'm demanding
immediate ejection of Abhishek Srikumar from Big Boss Malayalam season 6. Hold accountability. Take that responsibility and eject him without showing any hypocrisy.